ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായി സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിനുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലതുഭാഗത്ത് മദിത്യാവ്, ഷേമ, അനയാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസയാവ് എന്നിവരും, ഇടത്തുഭാഗത്ത് പെദയാവ്, മീശായേൽ, മൽക്കിയാവ്, ഹാഷും, ഹഷ്ബദാന, സെക്കരിയാവ്, മെഷുല്ലാം എന്നിവരും നിന്നു. എസ്രാ സകല ജനവും കാണുകെ പുസ്തകം വിടർത്തു. അവൻ സകല ജനത്തിനു മീതെയായിരുന്നു. അത് വിടർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്നു പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ശരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബത്തായി, ഹോദിയാവ്, മയസയാവ്, കെലീത്ത, അസരിയാവ്, യോസാബാദ്, ഹാനാൻ, പെലയാവ് എന്നിവരും ലേവ്യരും ജനത്തിൻ്റെ ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അനർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുതെന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലേവ്യരും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുതെന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. പിറ്റന്നാൾ സകല ജനത്തിൻ്റെയും പ്രതിഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കളെ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവീനെന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളും യെരൂശലേമിൽ അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അങ്ങനെ ജനം ചെന്നു ഓരോരുത്തൻ താൻ തൻ്റെ വീട്ടിൻ്റെ മുകളിലും മുറ്റത്തും ദേവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കല വിശാല സ്ഥലത്തും എഫ്രൈം വാതിൽക്കല വിശാല സ്ഥലത്തും കൂടാരങ്ങളുണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങളുണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു.